മലയാളികളായ ഒട്ടേറെ ചെറുപ്പക്കാർ ജോലിയും പഠനവുമായി ബംഗളൂരു, ചെന്നൈ, മുംബൈ പോലെയുള്ള മെട്രോ നഗരങ്ങളിൽ താമസിക്കുന്നുണ്ട്. ആഡംബര അപ്പാർട്ട്മെൻറ്റുകളിൽ താമസിക്കുന്നു. കയ്യിൽ ആവശ്യത്തിന് പണം, നൈറ്റ് പാർട്ടികളും മറ്റുമായി ആഘോഷ ജീവിതം. ഈ യുവാക്കൾക്ക് എങ്ങനെയാണ് ഇതുപോലെ ആഡംബര ജീവിതം നയിക്കാൻ കഴിയുന്നത്? 2 മലയാളി യുവാക്കളെ പിടികൂടിയപ്പോഴാണ് ബംഗളൂരു പോലീസിന് ഞെട്ടിപ്പിക്കുന്ന വിവരം ലഭിച്ചത്. മലയാളികളായ അശ്വിൻ, മൊബീന എന്നിവർ രാജ്യാന്തര ലഹരി മാഫിയയുടെ കണ്ണികളെന്നാണ് വിവരം. ഇവരിൽ നിന്ന് കോടികൾ വിലമതിക്കുന്ന LSD സ്റ്റാമ്പുകളും ചരസും കഞ്ചാവും പിടിച്ചെടുത്തു. ബംഗളൂരുവിലെ പ്രസ്റ്റീജ് ഫൈൻബറി പാർക്ക് എന്ന അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ചായിരുന്നു ലഹരി മാഫിയയുടെ പ്രവർത്തനം. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് റെയ്ഡ് നടത്തി മലയാളികളായ അശ്വിൻ, മുബീന എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. മയക്കുമരുന്ന് വിൽപ്പന തൊഴിലാക്കി മാറ്റിയ ഇവർ നഗരത്തിലെ പ്രമുഖ അപ്പാർട്ട്മെന്റിൽ താമസിച്ച് ആർക്കും സംശയമില്ലാതെ ഇടപാടുകൾ നടത്തിവരികയായിരുന്നു. അന്വേഷണത്തിൽ അന്താരാഷ്ട്ര മയക്കുമരുന്ന് ശൃംഖലയുമായി ഇവർക്ക് ബന്ധമുണ്ടെന്ന വിവരങ്ങളും കണ്ടെത്തി. തായ്ലൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വിൻസെന്റാണ് ഈ സംഘത്തിന്റെ സൂത്രധാരൻ. ഇടയ്ക്കിടെ വിമാനമാർഗം ചെറിയ അളവിൽ ലഹരിമരുന്ന് ബംഗളൂരുവിലേക്ക് അയച്ചിരുന്നത് ഇയാളെന്നാണ് വിവരം. വിൻസെന്റ് നൽകുന്ന നിർദ്ദേശപ്രകാരം ലഹരിമരുന്ന് ഉപഭോക്താക്കൾക്ക് എത്തിച്ചു കൊടുക്കുന്നതായിരുന്നു അശ്വിന്റെയും മുബീനയുടെയും ദൗത്യം. കർണാടകയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ലഹരി വേട്ടകളിൽ ഒന്നാണിത്. ഇവരിൽ നിന്ന് 8335 LSD സ്ട്രിപ്പുകൾ പിടിച്ചെടുത്തു. ഒരു LSD സ്ട്രിപ്പിന്റെ വില ഏകദേശം 6000 രൂപയാണ്. സംശയം തോന്നാതിരിക്കാൻ ഇവ ദൈവങ്ങളുടെ ചിത്രങ്ങളുടെയും മറ്റു വിവിധ ചിത്രങ്ങളുടെയും രൂപത്തിലാണ് അച്ചടിച്ച് വിൽപ്പന നടത്തിയിരുന്നത്. ഇതോടൊപ്പം 534 ഗ്രാം ചരസും 5 കിലോ ഹൈഡ്രോ കഞ്ചാവും പിടിച്ചെടുത്തു. അറസ്റ്റിലായ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഈ റാക്കറ്റിൽ മറ്റാരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെന്നതിനെ കുറിച്ചും അന്വേഷണം ഊർജിതമാക്കി. ഫ്ളാറ്റിന്റെ ഉടമയ്ക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടായിരുന്നോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് 18 ബംഗളൂരു.